റെക്ടം ക്യാൻസർ ആണ് മാഡം. മോഷനിൽ കൂടെ ബ്ലഡ് പോകുന്നു. യൂട്യൂബ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാം ട്രൈ ചെയ്തു മാഡം. അവസാനമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഇവരെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും പേഷ്യന്റെ റിലേറ്റീവിനോട് ചോദിക്കാം. നമസ്കാരം സാർ, പേരെന്താണ്? നാഗാർജുന മാഡം. നാഗാർജുന അല്ലേ? പേഷ്യന്റ് ആരാണ്? എന്റെ അമ്മായ, അച്ഛന്റെ അച്ഛന്റെ ചേച്ചി. പെങ്ങളാണ്. പേരെന്താണ് മാഡത്തിന്റെ? ലീലാവതി. ഓക്കെ, എത്ര വയസ്സുണ്ട് മാഡത്തിന്? 50 years. എവിടെ നിന്നാണ് വരുന്നത്? കർണൂൽ. കർണൂൽ അല്ലേ? ഓക്കെ. ക്യാൻസർ വന്നിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും സാർ? 7 months. 7 months അല്ലേ? 7 months ആയിട്ട് വേറെ എവിടെന്നെങ്കിലും മെഡിസിൻ കഴിച്ചിരുന്നോ? എടുത്തു. റെക്ടം ക്യാൻസറാ വന്നത് മാഡം. റെക്ടോ അല്ലേ? അതെ. ഓക്കെ. മോഷൻ വഴി ബ്ലഡ് കണ്ടായിരുന്നു. യൂട്യൂബില് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ. മോഷനിന്ന് ബ്ലഡ് വരുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പെയിന് നന്നായിട്ടുണ്ടായിരുന്നു മാഡം. ഇരുന്ന് എണീക്കാൻ പറ്റില്ല. അതുപോലെയൊക്കെ ഒരുപാട് പേര് ഇതെന്താണെന്ന് അറിയാതെ ശ്രദ്ധിക്കാതെ വിടാറുണ്ടല്ലോ. മാഡം ഇതുപോലെ ശ്രദ്ധിക്കാതെ വിട്ടിരുന്നോ? അവര് ഒരു 2 മാസത്തോളം മാഡം. ചെക്കപ്പ് ഒക്കെ നോർമലായിരുന്നു മാഡം. അപ്പോ അവിടുന്ന് സ്കാനിന് എഴുതി തന്നപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായത് മാഡം. ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് ഭയപ്പെട്ടിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് ഇവിടത്തെ കുറിച്ച് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാം ട്രൈ ചെയ്ത് നോക്കി. അവസാനമാണ് ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചത്. സർ, ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരാനുള്ള കാരണം? ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട് മാഡം Relatives ഇവിടെ അല്ലേ? Okay. ഹൈദരാബാദിൽ. പിന്നെ യൂട്യൂബിലും ഞങ്ങൾ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് മാഡം. ഓക്കെ. ജനറ്റിക് ആയിട്ട് ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഇത്? ഇല്ല, എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു മാഡം. എന്ത് ക്യാൻസർ ആയിരുന്നു? അദ്ദേഹത്തിന് ഈ ഭാഗത്ത് തൊണ്ടയിലായിരുന്നു. ഓക്കെ സാർ, എന്തായാലും ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടായി പുനർജനിലേക്ക് വന്നല്ലോ സാർ. എന്തായാലും ഇത് ചൂസ് ചെയ്തത് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മെഡിസിനിൽ വിശ്വസിച്ചോളൂ, വിശ്വാസത്തോടെ മരുന്ന് കഴിച്ചോളൂ. എത്രയും പെട്ടെന്ന് ഭേദാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ശരി. കാണാം. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക്സ്.